ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അവളെ. ജിന്ന് അവളെ വാത്സല്യത്തോടെ മണലിൽ പിടിച്ചിരുത്തി. അവൾ സ്നേഹപൂർവ്വം ജിന്നിനെ അനുസരിച്ചു. ആ സുന്ദരിയുടെ മടിയിൽ തലവച്ചു ആ ജിന്ന് ഉറക്കമായി. ഇത് കണ്ട സുൽത്താൻ അറിയാതെ പറഞ്ഞു, എന്ത് നല്ല സ്ത്രീ. പക്ഷെ അടുത്ത നിമിഷം ഷെഹറിയാൻ കാര്യം മനസ്സിലായി, അവളും തന്റെ ഭാര്യ പോലെ വഞ്ചകയാണ്. കാരണം ജിന്ന് ഉറങ്ങിയതിന് ശേഷം അവൾ തന്റെ മടിയോളം പൊക്കത്തിൽ മണൽ കൂട്ടി ജിന്നിന്റെ തല അതിലേക്ക് വെച്ചു. എന്നിട്ട് അവൾ എഴുന്നേറ്റ് ചുറ്റും നോക്കി. മരക്കൊമ്പിൽ ഒളിച്ചിരിക്കുന്ന സുൽത്താനെയും സഹോദരനെയും അവൾ കണ്ടെത്തി. അവൾ അവരെ വിളിച്ചു താഴെയിറക്കിയ ശേഷം തന്നെ അവരുടെ ഭാര്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവർ അവളോട് കയർത്തെങ്കിലും അവസാനം അവൾ തന്നെ തട്ടിക്കൊണ്ടുപോവാൻ എന്ന് ജിന്നിനോട് പറഞ്ഞുകൊടുക്കുമെന്ന് പറഞ്ഞു അവരെക്കൊണ്ട് സമ്മതിപ്പിച്ചു. രാജകുമാരി അവരെ പിരിയാൻ നേരത്ത് അവരോട് ഓരോ മോതിരം ആവശ്യപ്പെട്ടു. മോതിരമോ? എന്തിന്? അവർ തിരക്കി. അവൾ പറഞ്ഞു, ഞാൻ ആരുടെ ഒക്കെ ഭാര്യയാവുന്നുവോ അടയാളമായി ഞാൻ ഒരു മോതിരം അവരുടെ കയ്യിന്ന് വാങ്ങും. ഇത് പറഞ്ഞു അവൾ ഒരു പെട്ടി തുറന്നു കാട്ടി. അത് നിറയെ നിരവധി തരത്തിലുള്ള മോതിരമായിരുന്നു. അത് കണ്ട് സുൽത്താൻ അത്ഭുത പരതന്ത്രമായി. പാപി, ഇവൾ